ആ മക്കളെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോണത് മെത്തേഡ് ഓഫ് സോൾവിങ് പ്രോബ്ലംസ് ഇൻ മെക്കാനിക്സ്. മെക്കാനിക്സിൽ നമുക്ക് മുന്നിൽ വരാൻ സാധ്യതയുള്ള വ്യത്യസ്ത തരം പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് പഠിക്കാൻ പോവാം. ഹൗ വി സോൾവ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഇൻ മെക്കാനിക്സ്. നമുക്കാകെ ഒറ്റ ഇക്വേഷൻ അറിയുള്ളൂ, അത് പഠിച്ചു വെച്ചാൽ മതി. എന്താണെന്നറിയോ? എഫ് ഈക്വൽ ടു എം എ. എഫ് ഈക്വൽ ടു എം എ, ഇത് നമുക്ക് അറിയുള്ളൂ. ഇതിൻ്റെ കമ്പോണൻറ്റ് ഫോം വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്താ കമ്പോണൻറ്റ് ഫോം? കമ്പോണൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫോഴ്സുകളുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ സിഗ്മ ഓവർ എഫ് ഈക്വൽ ടു എം എ, അതാണ് കൂടുതൽ നല്ലത്. അതാണ് നല്ലത്, അങ്ങനെ എഴുതിക്കോളൂ. എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഫോഴ്സും കൂടെ ആഡ് ചെയ്യുക. അതിൻ്റെ സമ്മാണ് എം എ. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈക്വൽ ടു എം എ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഫോഴ്സും കൂടെ ആഡ് ചെയ്യാം. ഇനിയിപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന സിറ്റുവേഷനിൽ ഒരുപാട് ഫോഴ്സുകളൊക്കെ വരും. അങ്ങനെ ഒരുപാട് ഫോഴ്സൊക്കെ വരുമ്പോൾ എല്ലാ ഫോഴ്സും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് അതിന് എം എനോട് ഇക്വേറ്റ് ചെയ്യുക. അതിൻ്റെ കമ്പോണൻറ്റ് ഫോം എന്താണെന്ന് വെച്ചാൽ എഫ് എക്സ് ഈക്വൽ ടു എം എ എക്സ്. എന്താ അതിൻ്റെ അർത്ഥം? എക്സ് ആക്സസിലുള്ള ഫോഴ്സുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക. That will be equal to mass into acceleration along x-axis. Sigma over Fy is equal to MAy. ഈ സിഗ്മ എന്ന് എഴുതിയാൽ ആഡ് ചെയ്യണം എന്നർത്ഥം, എല്ലാം കൂടെ ആഡ് ചെയ്യണം എന്നാണ് അർത്ഥം. സിഗ്മ എന്ന് എഴുതിയാൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എല്ലാം കൂടെ ആഡ് ചെയ്യണം എന്നാണ് അർത്ഥം. സിഗ്മ എന്നാണ് വായിക്കുക, സിഗ്മ. അപ്പോൾ സിഗ്മ ഓവർ FAy ഈക്വൽ ടു MAy. അതിൻ്റെ അർത്ഥം എന്താ? വൈ ആക്സിസിലുള്ള എല്ലാ ഫോഴ്സും കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അലോങ് വൈ ആക്സിസ്. Sigma over Fz is equal to MAz. Z ആക്സിസിലെ ഫോഴ്സുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക. പക്ഷെ ഏത് ഫോഴ്സ് ആയിരിക്കണം? എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കണം. ശരി, ഇനിയാണ് നമ്മൾ കാര്യം പറയാൻ പോകുന്നത്. മെത്തേഡ് ഓഫ് യൂസിങ് ഫ്രീ ബോഡി ഡയഗ്രം. അടിപൊളി കാര്യമാണ്. മെത്തേഡ് ഓഫ് യൂസിങ് ഫ്രീ ബോഡി ഡയഗ്രാം. ഇതൊരു പക്ഷേ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കണമെന്നില്ല. ഞാനിത് പഠിപ്പിക്കും. നമുക്ക് മുന്നോട്ട് പഠിക്കണമെങ്കിലും കാര്യങ്ങൾ നന്നായി പഠിക്കണമെങ്കിലൊക്കെ ഇങ്ങനെ പഠിക്കണം. മെത്തേഡ് ഓഫ് യൂസിങ് ഫ്രീ ബോഡി ഡയഗ്രാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് പഠിക്കാം. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോഡി വേറൊരു ബോഡി ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവനെ ഒരു പുഷിംഗ് ഫോഴ്സ് വെച്ച് തള്ളാണ്. നമുക്ക് ഇവന്റെ ആക്സിലറേഷനൊക്കെ കണ്ടുപിടിക്കണം. ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റം, ഒന്നിനോട് മറ്റൊന്ന് കണക്റ്റഡ്, നമ്മൾ കണക്റ്റഡ് സിസ്റ്റം എന്ന് വിളിക്കും. കണക്റ്റഡ് സിസ്റ്റം എന്ന് പറയണമെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് ഒരുമിച്ച് മൂവ് ചെയ്യുമ്പോൾ ഇവന്റെ ആക്സിലറേഷനും ഒക്കെ സെയിം ആയിരിക്കും. സിസ്റ്റത്തിന്റെ മൊത്തം ആക്സിലറേഷൻ ആയിരിക്കും. അതാണ് കണക്റ്റഡ് സിസ്റ്റം. അപ്പോൾ ഇത് വെച്ചോളൂ, ഇൻ എ കണക്റ്റഡ് സിസ്റ്റം the acceleration of each body is same, which is equal to the acceleration of the system. Okay, while solving the problems in connected system, while solving the problems in connected system, we apply the following tricks. Step 1, പല പല ട്രിക്കുകളാണ്, അല്ലെങ്കിൽ പല പല സ്റ്റെപ്പുകളായിട്ട്. ഒന്നാമത്തെ ഒന്ന്, mark all the forces possible in the system.
സിസ്റ്റത്തിൽ വരാൻ സാധ്യതയുള്ള സകലമാന ഫോഴ്സുകളും മാർക്ക് ചെയ്യാം. നമ്മൾ നോക്കാം എന്തൊക്കെ ഫോഴ്സുകൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒന്ന് പുഷിംഗ് ഫോഴ്സ് ഉണ്ട്, പിന്നെ എ എന്ന് പറയുന്ന ബോഡിയുടെ വെയിറ്റ് ഉണ്ട്, WA. പിന്നെ നിലം എനെ തിരിച്ചു തള്ളും. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു നോർമൽ റിയാക്ഷൻ N1. ഓക്കെ, പിന്നെ ഇവിടെ ഇവന്റെ വെയിറ്റ് ഉണ്ട് WB, ബി എന്ന ബോഡിയുടെ വെയിറ്റ് ഉണ്ട്. അതേസമയം തന്നെ ദർ ഈസ് നോർമൽ റിയാക്ഷൻ N2. കഴിഞ്ഞോ? ഇവിടെ തൊട്ട് നിൽക്കണില്ലേ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്, ഫോഴ്സ് ഓൺ B ബൈ A. അത് കഴിയുമ്പോൾ അത് തിരിച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ അവൻ തിരിച്ചു തള്ളും. ദിസ് ഇസ് ഫോഴ്സ് ഓൺ A ബൈ B. വേറെ താഴത്തെ ഫ്രിക്ഷന്റെ പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ ഞാൻ അത് വേണമെങ്കിൽ വരയ്ക്കാം. ദർ ഈസ് ഫ്രിക്ഷൻ. ഇവിടെയും ഇവന്റെ മേൽ എന്തുണ്ട്? ഫ്രിക്ഷൻ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതൊക്കെ വേരിയസ് പോസിബിലിറ്റീസ് ആണ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്തൊക്കെ ഫോഴ്സുകളുണ്ടോ ആ ഫോഴ്സുകളൊക്കെ മാർക്ക് ചെയ്യുക. സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2, രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതിക്കോളൂ. ഡ്രോ എ ഫ്രീ ബോഡി ഡയഗ്രാം. ദിസ് മീൻസ് ഡ്രോയിങ് ഈച്ച് ബോഡീസ് ഇൻഡിപെൻഡന്റ്ലി. എന്ന് വെച്ചാൽ എന്താ? ഓരോ ബോഡീനെയും വേറെ വേറെ വരയ്ക്കുക. എങ്ങനെയാ വേറെ വേറെ വരച്ചാൽ ഉണ്ടാവുക? സിമ്പിളാണ്. വേറെ വേറെ വരച്ചാൽ എനെ വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും, ബിനെ വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, വേറെ വേറെ വരച്ചു. ഇനി സ്റ്റെപ്പ് 3. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റെപ്പ് 3 എന്താ? സ്റ്റെപ്പ് 3, മാർക്ക് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി. എന്താ പറഞ്ഞേ? മാർക്ക് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി. രണ്ട് തരം ഫോഴ്സ് ആണ്. ഒന്ന് ഫോഴ്സ് ബൈ ദ ബോഡി ഉണ്ട്, രണ്ട് ഫോഴ്സ് ഓൺ ദ ബോഡി ഉണ്ട്. ഇതെടുത്ത് നോക്കിയാൽ FBA എന്താ? ഫോഴ്സ് ബൈ A ഓൺ B ആണ് അല്ലേ? അത് A ബിന്റെ മുകളിൽ ഉണ്ടാക്കുന്നതാണ്. അത് ഫോഴ്സ് ബൈ A ആണ്. നിങ്ങൾ പറഞ്ഞ് മനസ്സിലായില്ലേ? ബിനെ A തള്ളുന്നതാണ് FBA. അത് ഫോഴ്സ് ഓൺ B ബൈ A ആണ്. അപ്പൊ അത് ഫോഴ്സ് ബൈ A ആണ്. തിരിച്ചെന്നുണ്ട്, ഫോഴ്സ് ഓൺ A ബൈ B ഉണ്ട് അല്ലേ? അപ്പൊ അത് ഫോഴ്സ് ഓൺ A ആണ്. അപ്പൊ ചില ഫോഴ്സുകൾ എന്തുണ്ട്? ബൈ ദ ബോഡി ഉണ്ട്, ചില ഫോഴ്സുകൾ ഓൺ ദ ബോഡി ഉണ്ട്. നിങ്ങൾ പറയും ഏത് ഫോഴ്സാ ഒരു ബോഡിയുടെ മോഷനെ നിശ്ചയിക്കുക? അതിൻ്റെ മേലുള്ള ഫോഴ്സോ അതുണ്ടാക്കുന്ന ഫോഴ്സോ? അതിൻ്റെ മേലുള്ള ഫോഴ്സ്. നമ്മളതിനെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഓർമ്മയില്ലേ? ഒരു വീൽ ചെയറിൽ നിന്നിട്ട് നമ്മൾ മതിലിനെ തള്ളി വിചാരിക്കുക. മതിലിനെ തള്ളിയതല്ല നിങ്ങൾ മൂവിക്കണ ഫോഴ്സ്. നിങ്ങളെ മൂവിക്കണ ഫോഴ്സ് മതിൽ നിങ്ങളെ തിരിച്ച് തള്ളിയതാണ്. നമ്മൾ ഭൂമിയെ തള്ളുന്നത് കൊണ്ടല്ല നമ്മൾ നടക്കുന്നത്, ഭൂമി നമ്മളെ തിരിച്ചു തള്ളുന്നത് കൊണ്ടാണ്. പിന്നെ നമ്മൾ തള്ളിയാലേ ഭൂമി നമ്മൾ തിരിച്ചു തള്ളുള്ളൂ, അതാണ് കാര്യം. പങ്കായം തുഴയുന്നത് കൊണ്ടല്ല എന്താ പറയുക വഞ്ചി പോകുന്നത്. പങ്കായം വെള്ളത്തെ പിന്നോട്ട് തള്ളിയപ്പോൾ വെള്ളം പങ്കായത്തെ മുന്നോട്ട് തള്ളിയതാണ്. അപ്പൊ മോഷൻ ഉണ്ടാക്കുന്നത് ആരല്ല? ഫോഴ്സ് ബൈ ദ ബോഡി അല്ല, മോഷൻ ഉണ്ടാക്കുന്നത് ഫോഴ്സ് ഓൺ ദ ബോഡിയാണ്. അപ്പൊ നമുക്ക് ഏത് മാർക്ക് ചെയ്യണം? ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി, നോട്ട് ബൈ ദ ബോഡി. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ് എഴുതിയത്. മാർക്ക് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി. അല്ല നമ്മൾ പറഞ്ഞാൽ ശരി, എന്റെ മുകളിൽ എന്തൊക്കെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്? നിങ്ങൾ എന്നെ സഹായിക്കൂ. ഡെഫിനറ്റ്ലി ഒന്ന് നമ്മൾ കൊടുത്ത പുഷിംഗ് ഫോഴ്സ് ഉണ്ട്, രണ്ട് വെയിറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും വെയിറ്റ് ഓഫ് ചെയ്യുന്ന ഭൂമി അവനെ വലിക്കണതാണ്. പിന്നെ നോർമൽ റിയാക്ഷൻ ഉണ്ട്, നോർമൽ റിയാക്ഷൻ ഗ്രൗണ്ട് തള്ളുന്നുണ്ട്. പിന്നെ ഏതായിരിക്കും?
എഫ് ബി എ വരയ്ക്കും, എഫ് എ ബി വരയ്ക്കും. വെരി ഗുഡ്. എഫ് എ ബി എ വരയ്ക്കാവുള്ളൂ. ഏത് വരയ്ക്കാൻ പാടില്ല? എഫ് ബി എ വരയ്ക്കാൻ പാടില്ല. ബിക്കോസ് എഫ് ബി എ ഈസ് ഫോഴ്സ് ബൈ എ. വാട്ട് വി നീഡ് ഈസ് ഫോഴ്സ് ഓൺ എ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ വരയ്ക്കും? അതെ, ഡബ്ല്യു ബി അവൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിലം കാണിക്കുന്ന നോർമൽ റിയാക്ഷൻ ഉണ്ട് N2. പിന്നെ ദർ ഈസ് ഫോഴ്സ് ഓൺ ബി ബൈ എ. ഇതുണ്ട്. എന്നിട്ടാണ് ഇവൻ എന്ത് ചെയ്യണേ? മുന്നോട്ടേക്ക് പറയും എ ആക്സലറേഷനിൽ പോണത്. എന്തോട്ടെ ഇനി അടുത്ത സ്റ്റെപ്പ്. ഇപ്പൊ ഈ സ്റ്റെപ്പ് അത് നിങ്ങൾക്ക് ഇതെന്താ ഏതാന്നൊന്നും മനസ്സിലാവില്ല, പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. അടുത്ത സ്റ്റെപ്പ് എത്രാമത്തെ സ്റ്റെപ്പാ? 4ാമത്തെ സ്റ്റെപ്പ്. യൂസ് ന്യൂട്ടൺസ് ലോ ഇൻ കമ്പോണന്റ് ഫോം to find acceleration in different directions. എന്നുവെച്ചാൽ ഇവിടെ എന്തൊക്കെയുണ്ട്? അവിടെ നോക്കി നിങ്ങൾ എക്സ് ആക്സിസിലും ഫോഴ്സ് ഉണ്ട്, വൈ ആക്സിസിലും ഫോഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ എക്സ് ആക്സിസിലുള്ള ഫോഴ്സുകൾ ഉപയോഗിച്ച് എക്സ് ആക്സിസിലുള്ള ആക്സലറേഷൻ കാണിക്കുക, വൈ ആക്സിസിലുള്ള ഫോഴ്സുകൾ ഉപയോഗിച്ച് വൈ ആക്സിസിലെ ആക്സലറേഷൻ കണ്ടുപിടിക്കുക. ഇത്രയും ചെയ്താൽ മതി. ഇതാണ് മെത്തേഡ് ഓഫ് യൂസിങ് ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ എന്താ ഈ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ? ഓരോ ബോഡീനെയും വേറെ വേറെ വരയ്ക്കുക, ഒരുമിച്ച് വരയ്ക്കാതിരിക്കുക, വേറെ വേറെ വരയ്ക്കുക. എന്നിട്ട് ആ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളെയും മാർക്ക് ചെയ്യുക. ആ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി, നോട്ട് ബൈ ദ ബോഡി. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി മാർക്ക് ചെയ്യുക. ദാറ്റ്സ് ഓൾ. എന്നിട്ട് ഓരോന്നായിട്ട് ചെയ്യും. നോക്കല്ലേ? ഇത് ഇത്രയും മതി. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഓരോ സിസ്റ്റം എടുക്കും, എന്നിട്ട് അതിൽ ഇത് അപ്ലൈ ചെയ്യും, എന്നിട്ട് ആ സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കും. നല്ല രസമാണ് ചെയ്യാം. കാണാം. ഓക്കെ.